ഇപ്പോൾ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ആരെ സഹായിക്കും? ഇപ്പം നേരത്തെ പറഞ്ഞു കേട്ടിരുന്നൊരു സംഗതിയാണ്, അതിപ്പോഴും തുടരുകയാണ്. ഇവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞാൻ മനഃപൂർവ്വം CPM-ന് കുത്തില്ല, കാരണം വീണ്ടും CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് BJP ആയി മാറിത്തീരും എന്നൊരു ഭയം എനിക്കുണ്ട്. അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് CPM-ന് കുത്തില്ല. പക്ഷേ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് BJP-യെ സഹായിക്കുമോ? എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിരിക്കുന്നത്. CPM അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ UDF-ഉം അതുപോലെ കോൺഗ്രസും ഇവിടെ ഉണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആസാം പോലെ ഗുജറാത്ത് പോലെ അവർ വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലൊക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് കോൺഗ്രസ് അധികാരത്തിലില്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന് വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ തന്നെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ തവണ തമിഴ്നാടിനേക്കാൾ കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് അവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു 40-45% വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. അത്തരത്തിലുള്ള വോട്ട് പെർസെൻറ്റേജ് ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അധികാരത്തിൽ ഈ 5 കൊല്ലം ഇരിക്കുമ്പോഴേക്കും മത സാമുദായിക പ്രീണനങ്ങളുടെ ആറാട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ആർക്കാണ് മുൻകൈ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആ മുൻകൈ ഉണ്ടാവുക എന്ന് പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള സംഘടനകൾക്കൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കിട്ടുകയും അതിനോടനുബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുകയും ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരു ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അഖിലേന്ത്യാ തലത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ കുറെ കൂടി ശക്തിയായി പറയാനും BJPക്ക് വളരാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അല്ലാതെ അപ്പോൾ ചോദിക്കും കോൺഗ്രസ് അധികാരത്തിലേക്ക്, കോൺഗ്രസ് അധികാരത്തിലില്ലെങ്കിൽ കോൺഗ്രസ് അത്രത്തോളം ഓക്കെ, കോൺഗ്രസിൻ്റെ ഒരു ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മിഡിൽ ലെവൽ ലീഡേഴ്സും അതുപോലെ ഏറ്റവും ടോപ്പിലെ ലീഡേഴ്സും ഒക്കെ നിരാശരായേക്കാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സൈലൻറ്റ് വോട്ട് ബേസ് എന്ന് പറയുന്ന ഒരു വോട്ട് ബേസ് ഉണ്ട്. ആ വോട്ട് ബേസുകളിൽ വലിയ വിള്ളലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് ഞാനിപ്പോൾ ഗുജറാത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഗുജറാത്തിലൊക്കെ ഇപ്പോൾ ഇത്ര കൊല്ലമായിട്ട് അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും ആ വോട്ട് ബേസിന് വലിയ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോലും ഇന്ത്യയിൽ മൊത്തം 13 കോടിയോളം വരുന്ന വോട്ടേഴ്സ് വോട്ട് ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി അവരുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ അധികാരത്തിൽ വന്നാലുണ്ടാകാവുന്ന പ്രീണനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വിവാദങ്ങളുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, ഈ CPM വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് BJP-യിലേക്ക് നയിക്കും എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, അതിലെന്തുകൊണ്ട് അത് വസ്തുതാ വിരുദ്ധമാണ്? CPM ആരധികാരത്തിൽ വന്നാലും BJPക്ക് അത് ഗുണമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം CPM അധികാരത്തിലേക്ക് വന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ BJP അവർക്കിപ്പോൾ നിയമസഭയിലേക്ക് പ്രാതിനിധ്യം കിട്ടിയാൽ കുഴപ്പമില്ല, കിട്ടിയാൽ കുഴപ്പമാണ്, കിട്ടിയില്ലെങ്കിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ കിട്ടിയില്ലെങ്കിൽ പോലും കേരളത്തിൽ പലപ്പോഴും ഒരു ആക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷമായി വർക്ക് ചെയ്യാൻ കോൺഗ്രസിന് കഴിയാറില്ല. ഇപ്പോൾ കോൺഗ്രസ് ഇപ്പം തന്നെ എടുത്തു നോക്കിയാൽ, ഗൗതം എടുത്തു നോക്കിയാൽ കാണാം, ഈ കഴിഞ്ഞ 1 കൊല്ലം കൊണ്ടാണ് കോൺഗ്രസ് ഒരു ആക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷമായി മാറിയിട്ടുള്ളത്. അതിനു മുമ്പ് അവർ വളരെ ഡെഡായിട്ടും വളരെ ഈ പറയുന്ന പോലെ സ്ലീപ്പി ആയിട്ടും ഇരിക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു. ആ പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് പലപ്പോഴും എന്ത് ചെയ്യും, ഈ പറയുന്ന BJP എത്തിച്ചേരും. BJPക്ക് ഇപ്പോൾ 1, 2, 3 MLA കിട്ടിയാൽ പോലും BJP കുറച്ചുകൂടി അഗ്രസീവായിട്ടും എനർജറ്റിക് ആയിട്ടും എന്തൂസിയാസ്റ്റിക് ആയിട്ടും അതിനെ എന്ത് ചെയ്യും, കാണും. കാരണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വരികയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ C. കൃഷ്ണകുമാർ മലമ്പുഴയിൽ നിന്ന് ജയിച്ചു വരികയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വന്നാൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ആ സമയം K. സുരേന്ദ്രൻ ജയിച്ചു വരികയാണെന്ന് വിചാരിക്കും. ഇവർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കാണാനിരിക്കുന്നത് ഒന്നാമത്തെ ഇവരുടെ ഒരു സംഘടന കേഡർ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ സമരങ്ങളും അതുപോലെ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പ്രതിപക്ഷവുമായി മാറാനുള്ള ഒരു പുറമേയുള്ള കാഴ്ചപ്പാടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇത് ഏത് വന്നാലും ഇത്തരത്തിലുള്ള ചലഞ്ചുകളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ പ്രതിപക്ഷമാകുന്ന റോള് നടക്കില്ല. കാരണം ആ റോള് ഗംഭീരമായിട്ട് CPM എന്ത് ചെയ്യും, നിർവഹിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹിന്ദു മതത്തിൻ്റെ ഇടക്കുള്ള ഒരു കൺസോളിഡേഷന് അവർക്ക് സാധ്യതയുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് വന്ന് പെടും. മനസ്സിലായോ? ഇപ്പം യഥാർത്ഥത്തിൽ പലപ്പോഴും ആളുകൾ നേരെ തിരിച്ചാണ് പറയുക. ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് ഇപ്പം ഷാബാനു കേസ് ഗൗതത്തിനറിയാം. ഷാബാനു കേസിൽ ഒരു നിലപാട് എന്ത് ചെയ്തു, 40-44 കൊല്ലം ഒരു ആളുടെ ഒപ്പം ജീവിച്ച് ജീവനാംശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ശരിയായി സുപ്രീം കോടതി ഒരു വിധി ഉണ്ടാവുകയും ആ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഒരു നിയമം പാസ്സാക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന പണിയാണ് കാണിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൗതം മറന്നുപോയത്, ഈ പ്രേക്ഷകർ മറന്നുപോയത്, ബാബറി മസ്ജിദ് ഏറ്റവും ആദ്യം ഹിന്ദു ആരാധനകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്.
അവിടെ നിന്ന് മുതലാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ തകർക്കപ്പെട്ടത് താങ്കൾ പറയുന്നത് ഈ വർഗീയത, ഇന്ത്യ കണ്ട ഒരു വലിയ വർഗീയതയാണല്ലോ ബാബറി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത്. പിന്നീട് എങ്ങോട്ടാണ് BJP വളർന്നിട്ടുള്ളത്? അതിന് ഒരു സഹായം നൽകിയത് കോൺഗ്രസ് ആണെന്നാണ്. തീർച്ചയായിട്ടും, അതിനെന്താ സംശയമുള്ളത്? അതായത് സ്ത്രീ പ്രവേശനം പിടിവാശി കാണിച്ചല്ലോ CPM. ആ പിടിവാശിയിലൂടെ യഥാർത്ഥത്തിൽ അത് ഗുണം ചെയ്തത് BJPക്കാണ്. അതുപോലത്തെ ഒരു സഹായം അല്ല, സ്ത്രീ പ്രവേശനത്തിൽ CPM ഒരു പിടിവാശി കാണിച്ചു. അതൊരു BJPക്ക് വളരെ നേട്ടമുണ്ടാക്കിയ വളർച്ചയൊന്നും ഉണ്ടാക്കിയില്ല. അത് അവർക്ക് വോട്ടായിട്ട് 2019 ഒന്നാമത്തെ കാര്യം ഗൗതം, ഇതൊരു തെറ്റായ റീഡിംഗ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഈ ശബരിമല ഇഷ്യൂ ഒക്കെ വലിയ തോതിൽ കേരളത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അതൊക്കെ BJP തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു നരേറ്റീവ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ. കാരണം വെച്ചാൽ ആകെ നമുക്ക് അതിനുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ ചാനലുകളുടെ റേറ്റിംഗിൽ എന്ത് ചെയ്തു, ജനം TV രണ്ടാമത് വന്നു എന്നുള്ളത് മാത്രമാണ്. 2021 എത്രയായിരുന്നു വോട്ട് ഷെയർ? എത്രയായിരുന്നു ലോക്സഭയിൽ? ആർക്ക്? BJPക്ക് 2021 നിയമസഭയിലേക്കാണ്. 2021 നിയമസഭയിലേക്ക് വോട്ട് ഷെയർ കുറയല്ലേ ചെയ്തത്. 12.5% BJPയുടെ വോട്ട് ഷെയർ കുറയത്. മനസ്സിലായി? NDAയുടെ വോട്ട് ഷെയർ കുറയത്. അതായത് നേരത്തെ ഈ 30 ലക്ഷം ഉണ്ടായിരുന്ന വോട്ടുകൾ 26 ലക്ഷമായിട്ട് കുറയത്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ BJPക്ക് ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആർക്ക് അനുകൂലമായിട്ടുണ്ടായി? കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. 2019 എന്തായിരുന്നു വോട്ട് ഷെയർ? ആർക്ക്? BJPക്ക്. 2019 BJPക്ക് കുറവായിരുന്നു വോട്ട് ഷെയർ. ഇപ്പൊ എത്രയാണ്? 19 നിന്ന് കുറഞ്ഞ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. 19 നിന്ന് കുറഞ്ഞ കാര്യമല്ല, 16 നിന്ന് കുറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2016 നിന്ന് 2021 വരുമ്പോൾ BJPക്ക് വോട്ട് ഷെയർ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2018 ശബരിമല വിധിയും പ്രക്ഷോഭവും എല്ലാം നടത്തിയിട്ടും ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4 ലക്ഷത്തോളം 10,000-ഓളം വോട്ടുകൾ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നു, ഗൗതം എഴുതി വെച്ചോ, BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ കുറയും. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്, 38 ലക്ഷം വോട്ട് പിടിച്ചത്. ആ വോട്ടിലേക്ക് അവർക്ക് ഒരു കാരണവശാലും എത്താൻ കഴിയില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. നമ്മൾ അതിനെ അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ടതാണോ? കേവലം ഈ ഒരു വോട്ട് ഷെയർ അവരുടെ ഒരു ആശയം, സംഘപരിവാറിന്റെ ഒരു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ആശയപരമായി അവരിപ്പോ പകുതി ഏതാണ്ട് വിജയിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും അവരുടെ ആശയങ്ങളെ പിന്തുടരാൻ തുടങ്ങിയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിട്ടാണ്. ഇപ്പൊ കേരളത്തിൽ നമുക്ക് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഇപ്പൊ 12% കിട്ടിയിട്ടുള്ളൂ. പക്ഷെ പല BJPയുടെ വോട്ടുകൾ പലതും ചിതറിക്കിടക്കുക പല സ്ഥലങ്ങളിൽ. അല്ല, ആ ആശയം പേറുന്നവരായിരിക്കും. അല്ല, ആശയം അതാണ് പറഞ്ഞത്. ആശയം പേറുന്നവരും അതൊരു 50%-ഓളം അവരെന്ത് ചെയ്ത് കഴിഞ്ഞു, അതിൽ വിജയിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവരുടെ ആശയങ്ങളും അവരുടെ ഐഡിയകൾക്കും അനുസരിച്ച് ഇപ്പൊ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല, ഈ പറയുന്ന പോലെ മറ്റേ ശബരിമല, ഈ ഇഷ്യൂസ് എല്ലാം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗൗതം പറഞ്ഞതിലൊരു വലിയ മിസ്റ്റേക്ക് ഉള്ളത്, ഈ നരസിംഹറാവുവും അതുപോലെ തന്നെ മറ്റേ കണ്ണുടച്ച് മിണ്ടാതിരുന്ന പോലെ, മറ്റേ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ കണ്ണുടച്ച് മിണ്ടാതിരുന്ന പോലെ, അങ്ങനെ ഒരു പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ചെയ്തത്. അതൊരു സുപ്രീം കോടതി വിധിയാണ്. ആ വിധി ഇവിടെ നടപ്പിലാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ കരുതിയിട്ടുള്ള ഒരു കാര്യം. മറ്റത് ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് രണ്ട് വലിയ വിഷയമാണ്. അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വിഷയമാണ്. പക്ഷെ അത് ഏകദേശം കമ്പാരബിൾ ആണ്. കുറച്ചെങ്കിലും കമ്പാരബിൾ ആണ്. കാരണം ഇപ്പൊ എന്താണ് MABP പറയുന്നത്? വിശ്വാസത്തിനൊപ്പമാണ്, വിശ്വാസത്തിനും വികസനത്തിനും ഒപ്പമാണ്. ഇപ്പൊ ഒരു മിനിറ്റ് അതിൽ കുഴപ്പം പറ്റിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിണറായിക്കോ CPM-നോ അല്ല കുഴപ്പം പറ്റിയത് ഈ അവിടെ ഒരു പിടിവാശി പാർട്ടി കാണിച്ചിരുന്നു. ഒരു പിടിവാശിയുടെ ആവശ്യമില്ല ഗൗതം. ഇതൊക്കെ വെറും ഈ പറഞ്ഞ നെഗറ്റീവാണ്. കണ്ട ആളുകളല്ലേ, അത് അനുഭവിച്ച ആളുകളാണല്ലോ പറയാൻ സമ്മതിക്കുന്നേ. താങ്കൾ സഹിഷ്ണുതയുടെ ആളുടെ പറയാൻ സമ്മതിക്കൂ? അല്ലെങ്കിൽ താങ്കൾ പറയണ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, താങ്കൾ സംസാരിച്ചു. ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം പിണറായി വിജയനും CPM-നും പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും അതുപോലെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വളരുന്നത് അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നതാണ്, പൂക്കാസയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ ഈ പറഞ്ഞ പോലെ പിടിവിട്ട് ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുള്ള ഒരു സാംസ്കാരിക മേഖലകളിലേക്ക് ഈ പറയുന്ന ഹിന്ദുത്വ നെഗറ്റീവ് വളരെയധികം കേരളത്തിൽ കടന്നു കയറിയിട്ടുണ്ട്. പക്ഷെ അത് CPM മനസ്സിലാക്കിയില്ല. CPM-ന് രണ്ടാമത് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CPM നോക്കുമ്പോൾ എന്താ സംഭവം, നാളെ ഗൗതമോ ഞാനോ CPM-ന് മുഖ്യമന്ത്രി ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന K. സുരേന്ദ്രൻ പറയുന്നു സ്ത്രീ പ്രവേശനം വേണമെന്ന്, O. രാജഗോപാൽ പറയുന്നു സ്ത്രീ പ്രവേശനം വേണമെന്ന്, RSS ഇപ്പോഴും സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ്. രണ്ടാമത് എന്ത് ചെയ്യുന്നു, ഈ വിധിയെ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുന്നു. ആര്? രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാവരും എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നോക്കുമ്പോൾ എന്താ സംഭവം, എല്ലാവരും ഈ വിധിക്ക് അനുകൂലമാണ്, എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു, സ്വാഗതം ചെയ്തിരിക്കുന്നു. പിന്നെ കേട്ടാം, മനസ്സിലായോ? പക്ഷെ അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ NSS ഒരു നാമജപ ഘോഷയാത്ര തുടങ്ങിയപ്പോഴാണ്
ബാക്കിയുള്ള കക്ഷികൾക്കെല്ലാം മനസ്സിലായത് അയ്യോ ഇത് പണി പാളിയല്ലോ, കാരണം ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ജനം നമ്മളൊപ്പമല്ല, പുരോഗമന ആശയത്തിനൊപ്പമല്ല, പഴയ ഈ പറയുന്ന പോലെ പുരാതന ആശയത്തിനൊപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം അവരെന്ത് ചെയ്തു ചില പറഞ്ഞിരുന്നില്ലേ, അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന തിപ്പിൽ മറുകണ്ടം ചാടി. കാരണം ലേഖനം എഴുതിയിട്ടുള്ള കെ സുരേന്ദ്രനും ഒ രാജഗോപാലോടൊക്കെ എല്ലാവരും അത് കയറ്റിയത് ശരിയായില്ല, തിടുക്കപ്പെട്ട് കയറ്റിയതാണ്, കുറച്ച് വേഗത കുറച്ച് കയറ്റണമായിരുന്നൊക്കെ പറഞ്ഞു. മനസ്സിലായി? ഇത് രമേശ് ചെന്നിത്തലയൊക്കെ എല്ലാവർക്കും മാറാം, പക്ഷെ പിണറായി വിജയന് മാറാൻ പറ്റില്ല. എന്താ കാര്യം? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇരുന്നിട്ട് നാളെ രാവിലെ പറയാൻ പറ്റുമോ? സുപ്രീം കോടതി പലതും പറയും, ഞങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത്രയുള്ള കാര്യം ഇപ്പൊ പറഞ്ഞത് പറഞ്ഞാൽ മതിയായിരുന്നു. കേട്ടില്ല, ഇപ്പൊ പറഞ്ഞില്ലേ? അതാണെന്ന കാര്യം. അതൊരു റോങ് റീഡിങ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. മനസ്സിലായി? അതൊരു അത്രയുള്ള കാര്യം. അതൊരു തെറ്റായ റീഡിംഗ് ഉണ്ടായി. ആ റീഡിങ്ങിൽ നിന്നതിപ്പിൽ മലക്കം പറയാനായിട്ട് ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പറ്റി ചെയ്തില്ല. പക്ഷെ ആ റോങ് റീഡിങ്ങില് അവര് യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുന്നത് ഈ വനിതാ മതിലിനൊപ്പം നിന്ന സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് മുറവിളി കൂട്ടിയ ഒരുപാട് പുരോഗമനക്കാരും സഖാക്കളും ഉണ്ട്. അവരെയാണ് യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുന്നത്. ഇപ്പം പറയുന്നു CPM വിശ്വാസികൾക്കൊപ്പം, ഇതൊക്കെ ഹിന്ദു പണ്ഡിതർ തീരുമാനിക്കട്ടെ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം ഒരു കുടില തന്ത്രം അല്ലെങ്കിൽ കുടില ഡീല് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തില് വലിയ വർഗീയ വിളവെടുപ്പിനാണ് സഹായിച്ചിരിക്കുന്നത്. ഈ വർഗീയ വിളവെടുപ്പിന് സഹായിച്ചിരിക്കുന്നത് കറക്റ്റാണ്. പക്ഷെ ആ കുടില തന്ത്രം ആരുടേതാണ്? ആരാണ് ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് കേസിന് പോയത്? ആരാണ്? നമ്മൾ ആ കേസിന് പോയ ആളുകളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും. അവർ BJPയുടെ ഈ പറഞ്ഞ പോലെ പല സെല്ലുകളിലെയും നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് കേസിന് പോയത്. RSSന്റെ ഇപ്പോഴത്തെയും നിലപാട് എന്താണ്? ഇപ്പോഴും TG മോഹൻദാസ് ഇരുന്ന് ചാനലുകളിലൂടെ പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ സ്ത്രീകളെ കയറ്റണം എന്നാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, BJP ടാക്ട്ഫുൾ ആയിട്ടൊരു നിലപാടെടുത്തു. BJP പറയുന്നത് അങ്ങനെ കയറ്റണ്ട, പതിനെ കയറ്റിയാൽ മതി എന്നുള്ള. TG മോഹൻദാസ് ഇപ്പോഴും പറയുന്നത് സ്ത്രീകളെ കയറ്റണം എന്നാണ്. ഞാൻ പറയുന്നത് RSSന് ഇപ്പോഴത്തെയും എപ്പോഴത്തെയും നിലപാടോടെ സ്ത്രീകളെ കയറ്റണം എന്നാണ്. പക്ഷെ RSSന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം. കാരണം RSS ഒന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളൂ ഗൗതം, ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, അങ്ങനെ ഒരു റീഡിങ് കൃത്യമായി നടത്താൻ പിണറായി വിജയനോ ഈ പറഞ്ഞ പോലെ CPMനോ കഴിഞ്ഞില്ല. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം ഗൗതം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് CPM വഞ്ചിച്ചിരിക്കുന്നത് പുരോഗമന ആശയങ്ങൾ പേറുന്ന നവോത്ഥാന മതിലുണ്ടാക്കാൻ പോയ ആളുകളെയാണ് എന്നുള്ളത് പറഞ്ഞല്ലോ. അവിടെയും ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമുക്ക് ഒരു ഭരണകൂടത്തിൻ്റെ തലവനായിട്ടിരിക്കുമ്പോൾ, CPMന്റെ സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ഭരണകൂടത്തിൻ്റെ തലവനായിട്ടിരിക്കുമ്പോൾ അത് എങ്ങനെ നടപ്പാക്കാം എന്നുള്ളത് കൂടി നമ്മൾ വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് മാത്രമേ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം നിങ്ങൾ നാളെ ഒരു 500 പേരെ വെടിവെച്ച് വന്നിട്ടൊരു പരിപാടി നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നടപ്പിലാക്കരുത്. കാരണം വെച്ചാൽ ഇത് അത്ര എമർജൻസി ഉള്ള ഒരു കാര്യമല്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ അവകാശം കൊടുക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി പോലും ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തത്, പുറകോട്ട് എടുക്കുകയും ഭരണഘടനാ ബെഞ്ചിന് വിടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. അപ്പൊ പിന്നെ ഇവിടുത്തെ CPMനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും റോങ് റീഡിംഗ് ആണ്. അല്ല, അത് റോങ് റീഡിംഗ് പിണറായി വിജയന് മാത്രമല്ല പറ്റിയത്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല, പിണറായി വിജയൻ, കെ സുരേന്ദ്രൻ, ഇവരെല്ലാവരും വിധി വന്ന ഉടനെ എന്താ പറഞ്ഞതെന്നറിയോ? ഇനി ഇപ്പോഴും ഗൗതത്തിന് വേറൊരു കാര്യം ചോദിക്കട്ടെ ഗൗതം, രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴുള്ള നിലപാടെന്താ? രാഹുൽ ഗാന്ധിന് ഇപ്പോഴുള്ള നിലപാടെന്താ? രാഹുൽ ഗാന്ധിന് ഇപ്പോഴുള്ള നിലപാട് എന്താണെന്നറിയാമോ? സ്ത്രീകളെ കയറ്റണമെന്നാണ്. പക്ഷെ ഇവിടെ വരുമ്പോ പുള്ളി എന്ത് ചെയ്യില്ല, അത് പറയില്ല. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി എവിടെയാ പറഞ്ഞത് സ്ത്രീകളെ കയറ്റണം? രാഹുൽ ഗാന്ധി ക്ലിയർ കട്ട് പ്രസ്താവനയുണ്ട്. അത് ഇപ്പോഴും പുള്ളി പിൻവലിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പുള്ളി ഉത്തർപ്രദേശിൽ ചെല്ലുമ്പോൾ ഒരു ഇവിടെ ചെല്ലുമ്പോൾ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂല്, ഡൽഹിയിലോ UP-യിലായിട്ട് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞേക്കണത് എന്റെ നിലപാട് പുരോഗമനപരമാണ്, ഇവിടെ സ്ത്രീകളെ കയറ്റണം എന്നാണ്. പക്ഷെ പ്രാദേശിക ഘടകത്തിന് മറ്റൊരു നിലപാടുണ്ടെന്നാണ്. അപ്പൊ വേണമെങ്കിൽ എടുത്തു തരാം. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ ഗൗതത്തിനോട് ഞാൻ ഇവിടെ നുണ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റും, ഇത് പബ്ലിക്കലി അനൗൺസ് ചെയ്ത കാര്യമല്ലേ. അപ്പൊ അതാണ് നിലപാട്, RSSന്റെ നിലപാട് അതാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങൾ മുഴുവൻ എതിരായി എന്ന് കണ്ടപ്പോ എല്ലാവരും എന്ത് ചെയ്തു, മറുകണ്ടം ചാടി. ഇനി ഏറ്റവും ഒരു തമാശ കൂടി പറയാം. ഇത് മാറിയത് പിണറായി മാത്രമല്ല കേട്ടാ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി, പിണറായിയാണ് ലാസ്റ്റ് മാറിയത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു അറിയാമോ? ഏഷ്യാനെറ്റ് മുതൽ ഈ പറയുന്ന പോലെ മാതൃഭൂമി ചാനൽ വരെയുള്ള എല്ലാ മാധ്യമങ്ങളിൽ നിന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നത് സ്ത്രീ പ്രവേശനം കിട്ടിക്കഴിഞ്ഞു, തുല്യത ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ജനം TVയുടെ രണ്ടാമത്തെ റേറ്റിംഗ്, അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് റേറ്റിംഗിൽ ജനം TV രണ്ടാമത് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ല. അല്ല, അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് കയറ്റേണ്ട ആവശ്യമില്ലെന്നൊക്കെ അതേ ഉള്ളു എല്ലാവരുടെയും. പിന്നെ അതിനും അപ്പുറത്തേക്കുള്ള മറ്റേ ധീരമായ നിലപാടെടുത്ത് എന്ത് സംഭവിച്ചു അങ്ങനെയൊന്നും ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അല്ല, അന്ന് പാർട്ടി എടുത്ത സമീപനം, അവരുടെ പല നേതാക്കളും നടത്തിയ പ്രസ്താവനകൾ, ഇപ്പൊ തന്ത്രിയെ കുറിച്ചൊക്കെ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, അപ്പൊ ഒരു ആർജവം അല്ലെങ്കിൽ ഒരു പിടിവാശി തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നാമകോശ യാത്ര പോലുള്ള കുറേയധികം സമര പരിപാടികൾ വന്നു.
കുറെ പ്രതിഷേധങ്ങൾ ഉയർന്നു. അപ്പോഴേ തിരുത്തായിരുന്നു. ഇത് ഹിന്ദു പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ, ഇത് വിശ്വാസികളുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് എടുത്തിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ മറ്റു പലർക്കും സഹായകരമായിട്ട് തീരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കുടില തന്ത്രം, ആരെയൊക്കെയോ ഇവിടെ വളർത്തുക എന്ന് പറയുന്ന CPM-ന്റെ ഒരു കുടില തന്ത്രം ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു സംശയിക്കാം. അത് ഗൗതത്തിന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ ഗൗതം അപ്പോഴും ചെവി കൊണ്ട് കൃത്യമായി കേൾക്കാത്തൊരു കാര്യമുണ്ട്, മനസ്സുകൊണ്ട് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കേൾക്കേണ്ട കാര്യമാണ് നമ്മൾ ഡീലിലേക്കൊക്കെ പോകേണ്ടത്. പറയാതെ മനസ്സുകൊണ്ട് കൃത്യമായി കേൾക്കേണ്ട കാര്യമുണ്ട്. ഈ ശബരിമലയിൽ ഇത്രയും വലിയ പ്രക്ഷോഭം നയിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീധരൻപിള്ള പ്രസംഗിച്ചത് എന്താണ്? ശ്രീധരൻപിള്ള പ്രസംഗിച്ചത് ഇത് നമുക്കൊരു സുവർണാവസരമാണെന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള സുവർണാവസരം തേടി തക്കം പാർത്തുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഗവൺമെന്റ് വൈകിപ്പോയി. അത്രയുള്ള സംഭവം, അത്രയുള്ള കാര്യം. ഒരൊറ്റ കാര്യമുള്ളൂ, മറ്റവർ ഇതിനേക്കാൾ മുമ്പേ ചാടി എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗവൺമെന്റും അല്ലെങ്കിൽ അത്രയും ബുദ്ധിമാനായിട്ടുള്ള പിണറായി വിജയൻ ഇത്തരത്തിലൊരു റോങ് റീഡിങ് നടത്തുന്നു. ഇത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോട് കൂടിയിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്ലാൻ തന്നെയാണ്. ഒരു പിണറായി വിജയനോ അല്ലെങ്കിൽ സർക്കാർ CPM-നോ ഇത് നടത്തിയോണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞു? എന്താണ് പ്രയോജനം? അല്ല, അത് മറ്റു പല പ്രയോജനങ്ങളും ഉണ്ടാവുമായിരിക്കും. അതൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇപ്പൊ നാളെ വെറുതെ ഒരു കാര്യം വന്നിട്ട് എന്താണ് ആകാശത്ത് നിന്ന് എന്തായിരിക്കും മറ്റേ മാന്ത്രികോടി കിട്ടുമായിരിക്കും എന്നൊക്കെ പറയാം. അതിലൊന്നും കാര്യമില്ല. ഒരു ലോജിക്കൽ കൺക്ലൂഷൻ വേണമല്ലോ. ഓക്കെ, നമുക്കൊരു ഗസ് വർക്ക് നടത്താം. ആ ഗസ്സിൽ പോലും ഇന്നൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവുന്നത് ഒരു ഉദ്ദേശവും ഉണ്ടായില്ല. സത്യത്തിൽ ഒറ്റ കാര്യമുള്ളൂ, പിണറായി വിജയൻ ഇവിടെയുള്ള ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം വിശ്വസിച്ചു, അതേപോലെ തന്നെ എന്ത് ചെയ്തു, മാധ്യമങ്ങളെയും വിശ്വസിച്ചു. അവരെല്ലാവരും നിലപാടെടുത്തു. പിണറായി വിജയൻ അങ്ങനെ ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് ബുദ്ധിമോശമല്ല. അല്ല, കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് എന്താണ്? ശബരിമല വിഷയത്തെ പറ്റിയിട്ട് മോദി ഒന്നും മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല. അതേപോലെ തന്നെ എന്നെ എത്രയോ തവണ ആക്രമിച്ചു, പിണറായി ഒന്ന് തൊടുന്നു പോലുമില്ല. അപ്പം കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് BJP-യെ പോലെ പ്രവർത്തിക്കുകയാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് സംശയിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്, പോസിബിലിറ്റിയാണ് ഡീലിന്റെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഇടതുപക്ഷം BJP-യെ പോലെ പ്രവർത്തിക്കുകയാണെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് അങ്ങേയറ്റം അപക്വമായിട്ടുള്ള ഇമ്മച്വർഡ് ആയിട്ടുള്ള പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന ഉണ്ട്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. 3 വട്ടം വായിച്ചിട്ടാണ് എനിക്ക് തന്നെ മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് മറ്റേ അയ്യപ്പ, അതായത് ശബരിമല അയ്യപ്പനെ ഈ പറയുന്ന പോലെ ബഹുമാനിക്കാത്തവർ എങ്ങനെയാണ് ജനത്തെ എന്ത് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്, ജനത്തെ എങ്ങനെയാണ് സേവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തീ കൊണ്ട് ഈ പറയുന്ന പോലെ തലചൊറിയാണ് കോൺഗ്രസ്. അതായത് രാമനെ എങ്ങനെയാണോ BJP ഉത്തരേന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയത്, അതുപോലെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവിടെ അയ്യപ്പനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി 2019-ലും 2024-ലും സംഭവിച്ചതുപോലെയുള്ള ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷന് BJP-യും CPM-ഉം ഒന്നാണെന്ന് ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, പറയേണ്ടി വരുന്നു എന്നുള്ളതിനും അപ്പുറം ഒരു തന്ത്രവുമില്ല. ഇത് കനകോല് പറഞ്ഞു കൊടുത്തേക്കുള്ള ഒരു തന്ത്രമാണ്. പക്ഷെ ആ തന്ത്രം കൊണ്ട് സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് കോൺഗ്രസിന്റെ അടിത്തറ ഇളകും എന്നുള്ളതാണ്. അല്ല സാറേ, സ്വാഭാവികമായിട്ടൊരു കാര്യമല്ലേ, ഒരു രാഷ്ട്രീയമല്ലേ. എന്തുകൊണ്ട് മോദി ഇവിടെ വരുമ്പം ശബരിമല വിഷയം പറയുന്നില്ല? അത് നമുക്ക് അവിടെ ആരാണ് ജയിലിൽ കിടന്നത് കുറച്ച് നാളെന്ന് അറിയാം. CPM-കാരാണ് കിടന്നിട്ടുള്ളത്, പത്മകുമാരാരാണ്, പാർട്ടിക്കാരനാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്യാതെ കോൺഗ്രസ്, ലീഗിനെക്കാട്ടിലും ഭീകരവാദികളാണ് കോൺഗ്രസ് എന്നൊക്കെയാണ് മോഡി വന്ന് പറയുന്നത്. ഓക്കെ, മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നുള്ളതാണ് പറഞ്ഞേക്കണം. മോദിയുടെ ഉദ്ദേശം എന്താ? മോദിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊട്ടിപ്പുറത്ത് എന്താണ്, ഹിന്ദു വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ ആണ്. അല്ലാതെ അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ മാവോയിസ്റ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അദ്ദേഹം ഇവിടെ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ 5 തവണ ഇതുപോലെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന്. ഇനി രണ്ടാമത്തത്, മോദി ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മോദി എപ്പോഴാണ് ഇത് പറയാതിരുന്നത്? മോദി കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ തവണ ഇവിടെ വരുമ്പോൾ മോദി ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും കൃത്യമായിട്ട് ഉന്നയിച്ചത്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള പ്രസംഗത്തിൽ മോദി വളരെ ഗംഭീരമായി ഉന്നയിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ഈ കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാമർശവും അതുപോലെ തൃശ്ശൂരൊക്കെ എന്നപ്പോൾ അദ്ദേഹം വേറൊരു കാര്യവുമാണ് പറഞ്ഞത്. അല്ലാതെ എല്ലാ പ്രസംഗത്തിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശടിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ BJP-യും CPM-ഉം ഈക്വൽ ആണെന്ന് പറയുന്നതിലൂടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കണം. രണ്ടാമത്തത്, അങ്ങനെ കൺസോളിഡേഷൻ ഉണ്ടാക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് തെക്കൻ കേരളത്തിൽ ഞങ്ങൾക്ക് വോട്ടുകൾ കുറയുമെന്ന് പറയുന്ന ഭയം അവർക്കുണ്ട്. അപ്പോൾ അതും കൂടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അടുത്തൊരു അടി കൂടി അടിക്കുന്നു. കാരണം എന്താണ്, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നു. രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ ഏറ്റവും വലിയൊരു തമാശ കൂടിയുണ്ട്. ആ തമാശ എന്താ വെച്ചാൽ,
സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്, അതായത് നമ്മൾ കാണുന്ന ഒരു ചിത്രം, ഈ മേടിച്ചവനും അതുപോലെ തന്നെ കട്ടവനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം കാണുന്നത്. അത് എന്താണ് എന്ന് പോലും ന്യായീകരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. അത്രയുള്ള ഫോട്ടോ ആണ്. അതിനെക്കാട്ടിലും എത്രയോ അതിശക്തമാണ് ഒരു പാർട്ടിക്കാരൻ ജയിലിലായിരിക്കും എന്നുള്ളത്. ഫോട്ടോനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു പാർട്ടിക്കാരൻ. പത്മകുമാറാണ് കുറച്ച് നാൾ ജയിലിൽ കിടന്നതെന്നുള്ളത്. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് മോദി ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് ഇപ്പം അധികാരത്തിലിരിക്കുന്നത് ആരാണ്? തുടരെ അധികാരത്തിലിരിക്കുന്നതാണ് CPM ആണ്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പിണറായി വിജയനാണ്. ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് സ്വാഭാവികമായിട്ടും മോഡി പോകേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു പരാമർശം ഇതിന് തൊട്ടു മുമ്പ് വന്നിട്ടുള്ള പൊതുയോഗത്തിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്ത് ഇത് തന്നെയാണ്. സാറേ പറഞ്ഞത് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത് അതുകൊണ്ടാണ്. മോഡി അടിക്കിടെ കേരളത്തിൽ വരുന്നത് എന്തിനാണ്? എന്താണ് പിണറായി വിജയനെ LDFനെ അധികാരത്തിലേറ്റാനാണോ എന്നാണ്. ഈ തമാശക്ക് ജനത്തിനില്ല, താങ്കൾക്കുണ്ടാവും. ജനത്തിനുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. ഇത് ജന വോട്ടിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ദിവസം മോദി വന്നിട്ട് പോയ 2 സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞേ. വെറുതെ ഇങ്ങനെ കാടടച്ച് നമ്മൾ മാധ്യമങ്ങളൊക്കെ വെടിവെക്കുന്ന പോലെ ഗൗതം വെടിവെക്കരുത്. കാരണം ഞാനിത് വളരെ കീനായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് പോയപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള ഗംഭീരമായി ഉയർത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഗംഭീരമായി ഒരു പ്രധാനമന്ത്രി പറയേണ്ട ലെവലിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പൊ 3 തവണയാണല്ലോ തിരുവനന്തപുരത്ത് വന്നു, കൊച്ചിയിൽ വന്നു, ഇപ്പൊ പാലക്കാടും തൃശ്ശൂരും വന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും വന്നപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അവിടെ നിൽക്കട്ടെ. ഇനി ഈ കഴിഞ്ഞ ലാസ്റ്റ് 2 തവണ വന്നത് എവിടെയാണ്? പാലക്കാട് തൃശ്ശൂരും മാത്രമാണ്. പാലക്കാടും തൃശ്ശൂരും ആരാണ് എതിരാളികൾ? പാലക്കാട് എന്താണ് മറ്റേ റസാഖിനെ ആക്രമിക്കണം, CPMനെ ആക്രമിക്കണം എന്ന് പുള്ളി ഒരിക്കലും വിചാരിക്കില്ല. പുള്ളി പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ MLA എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധ നിലപാടുകളും ഈ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷയ്ക്കും ഭീഷണിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി പറയുന്നതിനേക്കാൾ ഒരു പോയിന്റ് പടികടന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. തെറ്റൊന്നുമില്ല അതിൽ. അത് അവിടെ നിൽക്കട്ടെ, തെറ്റൊന്നുമില്ല. തെറ്റുകൾ നിങ്ങൾക്ക് തോന്നും, അതവിടെ നിൽക്കട്ടെ. ഒന്ന് അത് പറഞ്ഞു. രണ്ടാമത് തൃശ്ശൂർ പുള്ളി പത്മജ വേണുഗോപാലിനെ ജയിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ പുള്ളി ആർക്കെതിരെ പറയണം എന്നുള്ളത് പുള്ളിക്ക് നല്ല കൃത്യമായ ധാരണയുണ്ട്. അത്രയുള്ള കാര്യം. പറയാൻ മോദിക്ക് എന്ത് ധാർമ്മികത ഉണ്ട് എന്നുള്ള തെറ്റാണ്. മോദിക്ക് എന്ത് ധാർമ്മികത? ബ്രിജ്ഭൂഷൺ സിംഗ്, ചരൺ സിംഗ്, അത് വേറൊരു വിഷയമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പറഞ്ഞാൽ പറയേണ്ടി വരും. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ആ സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മോദി അടിക്കിടെ കേരളത്തിൽ വരുന്നത് LDFനെ സഹായിക്കാനാണ്. കാരണം അദ്ദേഹം പിണറായി വിജയനോ CPMനെതിരെ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടും അറ്റാക്കിംഗ് മോഡിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അഖിലേന്ത്യാ തലത്തിൽ മോദിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും ഏറ്റവും കൃത്യമായ എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരേ ഒരാളുകളെയാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെയാണ്. രണ്ടാമത്തത്, അദ്ദേഹം വരുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് അദ്ദേഹം പ്രസംഗത്തിന് കൃത്യമായിട്ട് മാറ്റം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയിരുന്നു. എറണാകുളത്തേക്ക് വരുമ്പോഴത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള അത്രത്തോളം ഉയർത്തിയിട്ടില്ല. കാരണം എറണാകുളത്തെ പോപ്പുലേഷനിൽ അത് വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമല്ലെന്ന് അറിയാം. എന്നിട്ടും അദ്ദേഹം അത് പരാമർശിച്ചു പോയി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് ചെല്ലുമ്പോൾ അത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് അദ്ദേഹം മുതിരേണ്ടതില്ലെന്നറിയാം. കാരണം അവിടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രകാരം CPM എല്ലായ്പ്പോഴും LDF എല്ലായ്പ്പോഴും മൂന്നാമത്തേതാണ്. അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയും അവിടെ ചലഞ്ചു എന്ന് പറയുന്നത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ അടിക്കാനുള്ള എല്ലാ വടിയും എടുത്ത് അദ്ദേഹം പുറഞ്ഞ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് തൃശ്ശൂർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും വായിച്ചെടുക്കാൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, മാധ്യമ പ്രവർത്തകരൊക്കെ വെറുതെ ഇരുന്ന് വായിട്ടടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജനത്തിന്റെ യുക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവര് തീരുമാനിച്ചോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. അതപ്പോ അവര് നമ്മളിപ്പോ പറഞ്ഞാലും നാട്ടില് എന്താണ് പച്ചയ്ക്ക് ആളുകൾ പൊതു സംസാരമാണ്. LDFും BJPയും തമ്മിൽ ധാരണയാണെന്നുള്ളത് സാധാരണ ഓട്ടോറിക്ഷക്കാർ പോലും സംസാരിക്കുന്നുണ്ട്. ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾക്ക് പോലും ഈ തോന്നൽ ഉണ്ടായിട്ടുണ്ട്. BJPയും LDFും തമ്മിൽ ധാരണയിലാണെന്നുള്ളത്. ഗൗതത്തിന് എപ്പോഴും നമ്മളെ ഡിബേറ്റിൽ ഗൗതത്തിന് എപ്പോഴുള്ള ശ്രമം എന്താ പറയുക, അവസാനം ഇതുപോലെയുള്ള സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിർത്താനാണ്. ഗൗതം വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും ജനം വിശ്വസിക്കില്ല. ആളുകളെ കണ്ട് സംസാരിച്ചതിന്റെ പുറത്ത് ശരിയെന്ന് ഗൗതം എത്ര 25,000 പേരെ കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഞാനൊരു 50 പേരെ കണ്ട് സംസാരിച്ചു. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. അല്ല, കോമൺ മൂഡ് ഗൗതത്തിന് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എനിക്കതൊന്നും അറിയാൻ അത്രത്തോളം ബുദ്ധിയുള്ള ഒരാളല്ല. പൊട്ട വിട്ടേക്ക്. പക്ഷെ എന്റെ പ്രധാനപ്പെട്ട, ഞാൻ 8 തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കർണാടക മുതൽ ഉത്തർപ്രദേശ് മുതൽ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് മൂടൊക്കെ അറിയാൻ പറ്റും, ഗൗതത്തിന് അത്ര അറിയാൻ പറ്റില്ല. പക്ഷെ എന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലുള്ളൂ, കോൺഗ്രസ് CPMും അതുപോലെ BJPയും തമ്മിൽ ഡീലുണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ ചോദ്യം ഞാൻ കഴിഞ്ഞ തവണയും ഗൗതത്തിനോട് ചോദിച്ചുള്ളൂ.
ഒരു സീറ്റിൽ അതുകൊണ്ട് ബി ജെ പിക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു സീറ്റ് പറ. അങ്ങനെ ഒരു സീറ്റിൽ പ്രയോജനം ഉണ്ടാകാതെ എന്താണ് ഇവർ മറ്റേ കേക്ക് മേടിച്ചിട്ട് എന്താണ് മറ്റേ മുറിച്ച് പകുതി കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഡീൽ ഉണ്ടാക്കണേ? എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഏതൊക്കെ സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കുന്നു. ബി ജെ പി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞിട്ടായിരിക്കും. എന്തായാലും കാണാം.